ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യം വിജയം കൊട്ടു. ഇപ്പോൾ മഴക്കാലമാണ്. നേരത്തെ ഞാൻ ഫലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിലുള്ള ഒരു ഫലത്തിലും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴ മുൻകൂട്ടി ഉണ്ടാവും. അതായത് ഇടവപ്പാതി സാധാരണ മൺസൂൺ സമയത്തിന് മുൻപേ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഏകദേശം വിഷു കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം ഇടപെട്ട് മഴ തുടങ്ങി. അതങ്ങനെ പിന്നീട് കാലവർഷം പോലെയുള്ള സ്ഥിതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും അതിതീവ്രപരമായിട്ടുള്ള മഴകൾ തുടരും എന്നുള്ളത് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തുവാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്ന് പറയുകയും അതുപോലെ തന്നെ ജനങ്ങളോട് പറയാനുള്ളത് വെച്ച് പറഞ്ഞാൽ അവരവരെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ പടർന്ന് പന്തലിച്ച് വരുന്ന മഹാരോഗങ്ങൾ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഒന്ന് മഴ ഇവിടെ കാലാവസ്ഥയിൽ വരുന്ന പ്രതിഭാസം, പിന്നെ മഴയുടെ ഗതി മുൻപേ വന്ന സമയം, അതായത് പെട്ടെന്ന് ചൂടിൽ നിന്നും തണുപ്പിലേക്ക് വന്നതും കുറേയേറെ ആളുകൾക്ക് ഉള്ള വ്യതിയാനങ്ങൾ, ചെറിയ കുട്ടികൾക്കും അതുപോലെ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ശ്വാസമുട്ടലുള്ളവർക്കും അതുപോലെ തന്നെ അലർജി സംബന്ധമായിട്ടുള്ള അവർക്കും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായി വരുന്നതായിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ മഴ ഏകദേശം ഇപ്പോൾ മെയ് മാസം ഏകദേശം ലാസ്റ്റോടുകൂടിയായി ജൂൺ മാസം ഏകദേശം ആദ്യകാലം തൊട്ട് ഏകദേശം ജൂൺ 4-ാം തീയതിയോ അല്ലെങ്കിൽ 5-ാം തീയതി തൊട്ടിട്ട് വീണ്ടും മഴ നിൽക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്. കാരണം മഴ നിലയ്ക്കുകയും ഒരു വരണ്ട കാലാവസ്ഥ വരികയും ചെയ്തു കഴിഞ്ഞാൽ അതിതീവ്രപരമായിട്ടുള്ള രോഗാവസ്ഥയിലേക്ക് പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ തണുപ്പ് കാലം പോയി വീണ്ടും ചൂടിലേക്ക് പ്രതിവസിക്കുന്നത്. ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസ് എടുക്കുകയാണെങ്കിൽ 25-24 എന്ന കണക്കിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ ഒരു 37-38 വരയ്ക്കും വന്നിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ 10 ഡിഗ്രിയോളം 10-12 ഡിഗ്രിയോളം കുറഞ്ഞ് വന്ന് ഇപ്പോൾ നിൽക്കുകയാണ്. അത് വീണ്ടും 10 ഡിഗ്രിയോടുകൂടി കൂടുതലായി കഴിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ പലവിധ വൈറസുകളും ഉണ്ടാവും എന്ന് തന്നെ പറയാം. പൊതുവെ ഈ തണുപ്പ് കാലത്ത് സൂര്യൻ്റെ പ്രകാശം കുറയുന്നതോട് കൂടിയിട്ട് ആണ് പലവിധ രോഗങ്ങളും തുടക്കം കുറിക്കുന്നത്. അത് കാരണം തന്നെ അസുഖങ്ങളായിട്ട് ഉള്ളവർ വളരെ ജാഗ്രത പാലിക്കണം എന്ന് തന്നെ പറയുന്നത്. പൊതുവെ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ളവരും സ്ഥിരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരും ശാരീരബന്ധമായിട്ട്, അതായത് എനർജി ഇല്ലാന്ന് വെച്ച് പറഞ്ഞാൽ പ്രോട്ടീൻ ശക്തി, അതായത് പ്രതിരോധ ശക്തി ഇല്ലാത്തവർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ഏൽക്കുക എന്ന് തന്നെ പറയാം. അത് കാരണം കൊണ്ട് തന്നെ അവരവർ ശരിക്കും ജാഗ്രത പുലർത്തണം എന്നാണ് പറയാനുള്ളത്. ഈ മഴക്കാലം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ അതിതീവ്രപരമായിട്ടുള്ള മഴയുണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷേ ഏകദേശം ഞാൻ പറഞ്ഞിരിക്കുന്ന ജൂൺ ഏകദേശം 4-5-ാം തീയതിയോടുകൂടി തന്നിരിക്കുകയും വീണ്ടും വെയിൽ വരികയും ഒരു വരണ്ട കാലാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമായി മാറും എന്നുള്ള പറയുന്നത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഉഷ്ണകാലത്തേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും അതിശക്തിപരമായിട്ടുള്ള രോഗങ്ങൾ കടന്നു വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. വൈറൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും പഴയ രോഗങ്ങൾ തിരിച്ചു വരുവാനുള്ള സാധ്യതകളും എല്ലാം കൂടുതൽ കാണുന്നുണ്ട്. അത് കാരണം ജാഗ്രത പുലർത്തുക എന്നാണ് പറയാനുള്ളത്. നമസ്കാരം.